ഒരു പോസിറ്റീവ് അപ്ഡേറ്റോടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ചർച്ചയൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. നല്ലൊരു തീരുമാനം ഉടനടി ഉണ്ടാവുമെന്നതാണ് അറിയിപ്പ്. കൈറോയിൽ വെച്ച് നടക്കുന്ന ഒരു ചർച്ചയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് സാധാരണ ചർച്ചയല്ല. ആന്റണി ബ്ലിങ്കൺ ഈ ഒരു ചർച്ച നിയന്ത്രിക്കാനായി 3-4 തവണയായി പോയും വന്നും ഇരിക്കുന്നതായും പറയുന്നുണ്ട്. റാഫേൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ചർച്ച നടക്കുമോ ഇല്ലയോ എന്ന വലിയ ചോദ്യമൊക്കെയും ഉണ്ടായിരുന്നു. എന്നാൽ തീർച്ചയായും ഈ ചർച്ച നടക്കുമെന്നും പറഞ്ഞ് ഇസ്രയേൽ ഇന്റലിജൻസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ CIA-യും ഈജിപ്തിലേക്ക് പോയിരുന്നു. ആ ചർച്ച വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. അതുമാത്രമല്ല, റംസാൻ മാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഒരു സമാധാന ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന പോസിറ്റീവ് വാർത്തകളാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്നത്. ഈ ചർച്ച തുടർന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു സീസ് ഫയർ ഉണ്ടാകണമെന്നതാണ് നമ്മുടെയും ആഗ്രഹം. അങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ മനസ്സ് വെക്കണം. ഇസ്രയേൽ മനസ്സ് വെക്കുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഇതുപോലെ നിരവധി അപ്ഡേറ്റ്സ് ഉണ്ട്, എല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയർലൻഡ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഏതൊരു രാജ്യമായാലും ആ രാജ്യത്തെ സംരക്ഷിക്കുക എന്നത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെയും സൈനികരുടെയും അധികാരവും കടമയുമാണ്. എന്നാൽ ഇസ്രയേൽ ഇവിടെ കാണിക്കുന്നത് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള അധികാരമോ കടമയോ അല്ല. ഇത് വംശഹത്യയായി ജനങ്ങൾ കണക്കാക്കണമെന്നതാണ് അയർലൻഡിന്റെ വാക്കുകൾ. ഇത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒരു പ്രതിഫലനമായി കണക്കാക്കാം. സൗത്ത് ആഫ്രിക്ക ഇസ്രയേൽ വംശഹത്യയാണ് ചെയ്തത് എന്നും പറഞ്ഞ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജഡ്ജസ് എല്ലാം കൂടി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു, ഇടക്കാല റിപ്പോർട്ട് പുറത്തുവിട്ടു, ഇസ്രയേൽ ചെയ്തത് വംശഹത്യ തന്നെയാണ് എന്ന്. പിന്നീട് സൗത്ത് ആഫ്രിക്കയുടെ ശ്രമങ്ങളെല്ലാം ICJ നിഷേധിച്ചു. ഇപ്പോൾ അമേരിക്ക ICJയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേലിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെതിരായ എല്ലാ തരത്തിലുമുള്ള നിവേദനം റദ്ദ് ചെയ്യണം എന്നതാണ് അമേരിക്കയുടെ റിക്വസ്റ്റ്. സോ ഓവറോൾ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിനെ സംരക്ഷിക്കുന്ന നമ്പർ 1 രാജ്യം അമേരിക്കയാണ്. അറബ് ലീഗ് രാജ്യങ്ങളെല്ലാം ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ വഴി ഒരു സീസ് ഫയർ ഉണ്ടാക്കണമെന്ന തീരുമാനം അമേരിക്ക അവരുടെ വീറ്റോ പവർ ഉപയോഗിച്ച് തടയുന്നു. 5ാം തവണയാണ് അമേരിക്ക വീറ്റോ ചെയ്തത്. ഇത് പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടില്ല. പല മാധ്യമങ്ങളും ഇത് വീറ്റോ ചെയ്തത് അമേരിക്കയാണ്, തടയാൻ ശ്രമിക്കുന്നത് അമേരിക്കയാണെന്ന സത്യം പുറത്തു പറയാൻ മടിക്കുന്നു. ഇത് വീറ്റോ ചെയ്തു എന്നത് മാത്രമല്ല, ഇസ്രയേലിനെ എന്തൊക്കെ രീതിയിൽ സഹായിക്കാം, എത്ര വേഗത്തിൽ സഹായിക്കാം, മറ്റാരുടെയും അപ്രൂവൽ ഇല്ലാതെ സ്വന്തം താല്പര്യപ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേലിനെ എങ്ങനെ സഹായിക്കണമെന്ന ആലോചനയിലാണ് ഇപ്പോഴുള്ളത്. ഇതിനു മധ്യയാണ് മറ്റു പല ലോകരാജ്യങ്ങളും ഇസ്രയേലിനെതിരായ വിവരങ്ങൾ അല്ലെങ്കിൽ ഇസ്രയേലിന് എതിരായുള്ള അഭിപ്രായങ്ങൾ അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇസ്രയേൽ ഗിൽറ്റി ഓഫ് വാർ ക്രൈം എന്ന് പറയുന്നു. യെസ്, ഇറാൻ അങ്ങനെ പറഞ്ഞതിന്റെ പ്രധാന കാരണം ഇറാന്റെ ശത്രുവാണ് ഇസ്രയേൽ എന്നതുകൊണ്ട് മാത്രമല്ല. ഇസ്രയേൽ ഇപ്പോൾ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ അൽ നസർ എന്ന ഹോസ്പിറ്റലിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. അൽ നസർ എന്ന ഹോസ്പിറ്റൽ ഒരു ഡെത്ത് സോൺ ആണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സേഫ് സോൺ ആയിരുന്ന ഹോസ്പിറ്റലെല്ലാം ഡെത്ത് സോണായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വിവരം. അൽ നസർ എന്ന ഹോസ്പിറ്റലിൽ ആക്രമണം നടത്തുന്നു, ബോംബുകൾ വിക്ഷേപിക്കുന്നു, നിരവധി മരണങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ പോലും സംരക്ഷിക്കാനുള്ള കോമൺ സംഘടന ലോകരാജ്യങ്ങൾക്കിടയിൽ ഇല്ലേ എന്ന പല ചോദ്യവും നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. സൗത്ത് ആഫ്രിക്ക ഒരു ഭാഗത്ത്, ഇറാൻ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ അയർലൻഡ് ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോർദാനും പറഞ്ഞിരിക്കുന്നു, ഒരു രാജ്യത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ആ നിയമത്തിനെതിരായി ഒരു രാജ്യവും ഒരു രാജ്യത്തിലെ രാഷ്ട്രീയ നേതാക്കളും ഒരു സൈനികരും പ്രവർത്തിക്കാൻ പാടില്ല. ജോർദാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഇസ്രയേലിനെതിരായി അല്ലെങ്കിൽ ഹിസ്ബുള്ള, അവിടെയുള്ള പല സംഘടനകൾ വെസ്റ്റ് ബാങ്ക് വഴി ജോർദാനും പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് ഈ യുദ്ധത്തിൽ ജോർദാനും പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലെബനൻ, ജോർദാൻ ഇതിൽ നിന്നും എസ്കേപ്പ് ആവുമോ എന്ന നിരവധി ചോദ്യത്തോടെ നിരവധി അറബ് രാജ്യങ്ങൾ അറ്റ്ലീസ്റ്റ് അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ റീജിയണൽ വാറായി മാറുമെന്ന വിവരവും പുറത്തുവിടുന്നു. സോ ഇറാന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇസ്രയേൽസ് ഗിൽറ്റി എന്നത് അമേരിക്ക തീർച്ചയായും എതിർക്കും. ഇങ്ങനെ ഇറാൻ പറഞ്ഞതിനെതിരെ അമേരിക്ക ഇനി ഇറാനെതിരെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. അടുത്തത്, റാഫ എന്ന റീജിയണിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നു എന്നത് മാത്രമേ നമുക്കറിയാവൂ. ഇത് തടയാനായി പല ലോകരാജ്യങ്ങളും ശ്രമിച്ചു, പക്ഷെ ഒന്നും തന്നെ പ്രാവർത്തികമായില്ല. ഇസ്രയേൽ അവരുടെ തീവ്രമായ ആക്രമണമാണ് ഈ ഒരു ഭാഗത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രയേൽ നടത്തുന്ന ഈ ഒരു ആക്രമണം സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആവശ്യം വേണ്ട സ്ഥലത്ത് മാത്രമാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇല്ല.
സോ ഒരു പ്രിസൈസ് സ്ട്രാറ്റജി ഇല്ലാതെയാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തുന്നത് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. കൃത്യമായി ടാർഗറ്റ് ചെയ്യാതെ ആളുകൾ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് ഇസ്രയേൽ ബോംബുകൾ ഡംപ് ചെയ്യുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അധികമായും അവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം തകരാൻ അവർ അധികമായി ബോംബുകൾ ഡംപ് ചെയ്യുന്നു എന്ന വിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സോ പ്ലേസ് ഓഫ് ഡെത്ത് എന്ന് അൽ നസർ ഹോസ്പിറ്റൽ അറിയപ്പെടുന്നു. ഈ ഹോസ്പിറ്റലിന് ചുറ്റുമായി നിരവധി മൃതദേഹങ്ങൾ ഉണ്ട് എന്ന വിവരവും ഗാസ ഹെൽത്ത് മിനിസ്ട്രി വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. അടുത്തത് അമേരിക്കയുടെ ഇലക്ഷനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഇസ്രയേൽ ഗാസ എന്നത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. സോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സിനോട് ഒരു സർവേ നടത്തുന്നു. സർവേ നടത്തുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഇതിനും അപ്പുറം ഇസ്രയേലിന് സഹായം, പണമായിക്കോട്ടെ, ആയുധമായിക്കോട്ടെ, ടെക്നോളജി ട്രാൻസ്ഫർ ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള പകുതിയിൽ കൂടുതൽ വോട്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മതി, ഇതിൽ കൂടുതൽ സഹായം ഇനി ഇസ്രയേലിന് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് അടുത്തതായി നടക്കുന്ന അമേരിക്കയുടെ ഇലക്ഷനിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറാനുള്ള സാധ്യത ഏറെ തന്നെയാണ്. അടുത്തത് ഡെൻമാർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1943 ശേഷം ഏറ്റവും കൂടുതൽ ജൂതർക്കെതിരെയുള്ള ആക്രമണം നടക്കുന്നത് ഇപ്പോഴാണ് എന്ന് പറയപ്പെടുന്നു. ഡെൻമാർക്ക് പറയുന്നു 1943 ശേഷം ജൂതർക്കെതിരെയുള്ള ആക്രമണം ഡെൻമാർക്കിൽ അധികമായിട്ടുണ്ട് എന്നതാണ്. സോ ഇവിടെ ഡെൻമാർക്ക് 1943 എന്ന് എടുത്തു പറയാനുള്ള പ്രധാന കാരണം ഹിറ്റ്ലർ സേന 1943 ഡെൻമാർക്ക് പിടിച്ചെടുത്തത്. സോ ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ സേന ഡെൻമാർക്ക് പിടിച്ചെടുത്തതിന് ശേഷം അവിടെയുള്ള ജൂതർക്കെതിരെ പല രീതിയിലുള്ള തീവ്രമായ ആക്രമണം നടത്തുകയും അവരുടെ ജീവന് ഉത്തരവാദമില്ല, അവരെ പുറത്തു പോകാൻ പറയുക, ഈ രീതിയിലാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സാഹചര്യത്തിലേക്കാണ് 2024 ഡെൻമാർക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അത് തടയാൻ ഡെൻമാർക്ക് എന്തൊക്കെ ശ്രമങ്ങൾ ചെയ്യണോ അതെല്ലാം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡെൻമാർക്കിലെ ചൂട് എന്നത് ജൂതർക്കെതിരെയുള്ളതാണ്. ജൂതരെ എവിടെ കണ്ടാലും ആക്രമിക്കുക എന്ന തരത്തിലായിരിക്കുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കാം. അടുത്തത് ഹൂതീസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിരവധി രാജ്യങ്ങളുടെ കപ്പൽ റെഡ് സീ വഴി പോകുന്നുണ്ട്, എന്നാൽ UK കപ്പൽ ഇതുവഴി പോകുന്നത് ഞങ്ങൾ ബാൻ ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നു. സാധാരണ ഈ UK ആണ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ, മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെ, മറ്റ് വ്യക്തികൾക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയ്ക്കും അതുപോലെ UKയ്ക്കുമെതിരെ ഹൂതീസ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു. അതേപോലെ UK ഹൂതീസിനെതിരെ ആക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും അതിതീവ്രമായ ആക്രമണം ഹൂതീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന താക്കീതും കൊടുത്തിട്ടുണ്ട്. സോ UK അതുപോലെ തന്നെ ഹൂതീസ് ഇവരുടെ പ്രശ്നങ്ങൾ റെഡ് സീയിൽ കൂടുതൽ തീവ്രമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് യൂറോപ്പ് യൂണിയൻ അവരുടെ നാവൽ മിഷൻ ഹൂതീസിനെതിരെ റെഡ് സീയിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഹൂതീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങൾ ഒരിക്കലും UKയും US പോലെയാകരുത്, നിങ്ങളുടെ കപ്പലിനും ഉത്തരവാദമില്ല, തീർച്ചയായും നിങ്ങളുടെ കപ്പൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കണമെന്ന വാർണിംഗും ഹൂതീസ് കൊടുത്തിരിക്കുന്നു. ഇതിനും അപ്പുറം ഹൂതീസിന്റെ വാർണിംഗ് എല്ലാം പുറത്തു വന്നതിന് ശേഷവും യൂറോപ്പ് യൂണിയൻ UKയുമായും US പങ്കുചേരുമോ എന്നത് കാത്തിരുന്ന് കാണാം. അടുത്തത് ചൈന എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ICJയിൽ പോയി പറഞ്ഞിരിക്കുന്നു, ഇസ്രയേൽ ചെയ്തത് വംശഹത്യയാണ്, അവർക്കുള്ള ശിക്ഷ എത്രയും പെട്ടെന്ന് ഉറപ്പാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. സോ അമേരിക്കയ്ക്കെതിരെ ഇസ്രയേലിനെതിരെ ചൈന അവരുടെ ശബ്ദം ഉയർത്തിയിരിക്കുന്നു. ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ യൂറോപ്പ് യൂണിയനിലേക്ക് ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും കണ്ടല്ല, യൂറോപ്പ് യൂണിയനിൽ അധികമായും അമേരിക്കൻ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അത് ഇല്ലാതാക്കാനും അത് തടയാനും ഡീഡോളറൈസേഷൻ കൊണ്ടുവരാനും അതുപോലെ തന്നെ ചൈനയുടെ ഫ്രണ്ട് സർക്കിൾ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയാണ് ഈ ടൂർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വിജയകരമായി പൂർത്തിയാക്കി എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ ICJയിൽ ചൈന പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേലിനെ ഏറ്റവും അധികം സഹായിക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെ അമേരിക്ക ഇസ്രയേലിനെ സഹായം ചെയ്യുന്നത് നിർത്താൻ ICJ അതിനുള്ള ഉടനടി വിധി പ്രഖ്യാപിക്കണമെന്ന റിക്വസ്റ്റ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. അടുത്തത് തുർക്കിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷനും ഉടനെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നതും G20 ഉച്ചകോടിയുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമാകണം, ഒരു അജണ്ടയാകണമെന്ന ഒരു അഭിപ്രായം പങ്കിട്ടിരിക്കുന്നു. അടുത്ത G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ്. ബ്രസീലില് ഇസ്രയേലിനെതിരായ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ബ്രസീലിന്റെ നയതന്ത്രജ്ഞരെയൊക്കെ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത G20 ബ്രസീലിൽ വെച്ച് നടക്കാൻ പോകുന്നു. അങ്ങനെയാകുമ്പോൾ അത് ഹമാസിന് സപ്പോർട്ടായ തീരുമാനമായി മാറും. ഇസ്രയേലിനെതിരെ വളരെ വലിയ തീരുമാനമൊക്കെയും എടുക്കണം എന്നതാണ് തുർക്കിയുടെ ആഗ്രഹം. തുർക്കിയുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നത് G20 ഉച്ചകോടി കഴിയുമ്പോൾ മനസ്സിലാകും. അടുത്തത്, അമേരിക്ക എപ്പോഴും ഇസ്രയേലിനൊപ്പം ഉണ്ടാകുമെന്ന് ജോ ബൈഡന്റെ വാക്കുകൾ നെതന്യാഹുവിനും അമേരിക്കയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്നതും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം നടക്കുന്നു എന്നത്. അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് വെക്കുന്നത് പോലെയാണ്.
സോ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ സഹായം തീർച്ചയായും ഇസ്രയേലിന് ഉണ്ടാകുമെന്നതാണ് ലേറ്റസ്റ്റ് വിവരം. അടുത്തത്, ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിയെ ലെബനനിൽ നിന്നും വന്ന മിസൈൽ അറ്റാക്ക് ചെയ്ത് മുഴുവനായും ഔട്ട് ഓഫ് സർവീസ് ആക്കി. ഇത് ഇസ്രയേലിന് വളരെ വലിയ നഷ്ടമുണ്ടാക്കുമെന്നും പറയപ്പെടുന്നു. ഇതിന് തീർച്ചയായും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും റിവെഞ്ച് അറ്റാക്ക് ഉണ്ടാകും. ആ റിവെഞ്ച് അറ്റാക്ക് എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.